യെസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം RPF-ന്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് പോകുന്ന വീഡിയോ ഇട്ടിരുന്നു. ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു, നല്ല റെസ്പോൺസ് ആയിരുന്നു. അതിൽ തന്നെ കുറേ ആൾക്കാർ ലൈവ് വീഡിയോ വേണം, കുറേ ആൾക്കാർ റെക്കോർഡഡ് ക്ലാസ് വേണം എന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മൾ ഫസ്റ്റ് സെഷനാണ്. നമ്മുടെ ഒരുപാട് ക്ലാസ്സസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതുല്യ മിസ്സാണെങ്കിലും ഷിജോ സാറാണെങ്കിലും ഒക്കെ കുറേ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സബ്ജക്റ്റ് അറിയാമെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഫോളോ ചെയ്ത് പോവുക. ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾക്ക് അതിനേക്കൊക്കെ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നല്ലോ, RPF ആവേശം അനൗൺസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നും റെസ്പോണ്ട് ചെയ്ത് പോയതിന് ശേഷം നമ്മൾ കണ്ടന്റിലേക്ക് പോകാം. കുറച്ച് സംശയങ്ങളൊക്കെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ജെനുവിൻ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റിൽ പറഞ്ഞു പോയിട്ട് നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. ഓക്കെ സാർ, കറണ്ട് അഫെയർ എത്ര മന്ത് വരെയുള്ളത് പഠിക്കണം? കറണ്ട് അഫെയർ നിങ്ങൾ ആക്ച്വലി 2023 2024 ഒരു ആദ്യത്തെ 3 മാസമെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി മിനിമം പഠിച്ചിരിക്കണം. 2019 നടന്നൊരു എക്സാമിനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം തന്നെ പറയുള്ളൂ. കറണ്ട് അഫെയർ ഒന്നും ഇവിടം മുതൽ ഇവിടം വരെ എന്നൊരു എക്സാമിനും പറയാറില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും, എക്സ്ട്രാ പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അപ്പോൾ മിനിമം കഴിഞ്ഞ ഒരു വർഷവും അതുപോലെ തന്നെ ഈ വർഷത്തെ ആദ്യത്തെ കുറച്ച് മാസങ്ങളും പഠിക്കുന്നത് നല്ലതാവും. ഓക്കെ. പിന്നെ RPF-ന്റെ ടോപ്പിക്ക് കൂടുതൽ അപ്ലോഡ് ചെയ്യുമോ? അതിലുള്ളൊരു പ്രശ്നം, ഇപ്പം നമ്മൾ ദിശ അക്കാദമി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് നമ്മളെ ഫാമിലി. അതിലുള്ള ആളുകൾ തന്നെയാണ് ഓഫ്ലൈൻ ക്ലാസ്സസ് എടുക്കുന്നത്. അവർ തന്നെയാണ് നമ്മളെ ആപ്പിൽ കുട്ടികൾ പർച്ചേസ് ചെയ്ത കുറേ ടോപ്പിക്സ് ഉണ്ട്. അത് കുറച്ച് സബ്ജക്റ്റും അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസും ഉണ്ട്. അപ്പോൾ അതെടുക്കുന്നതും നമ്മൾ തന്നെയാണ്. അതിനുശേഷം വേണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന് ക്ലാസ് എടുക്കാൻ യൂട്യൂബിൽ. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് കുറച്ചെങ്കിലും ക്ലാസ്സസ് കുറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മൾ എക്സാം വരാൻ സമയമുണ്ടല്ലോ എന്ന് ഞങ്ങളും ഒന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. ഇനി അങ്ങനെയല്ല, നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ കാണാൻ പോവുകയാണ്. പരമാവധി സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ ശ്രമിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ പ്രയോറിറ്റി കൊടുത്തേ പറ്റുള്ളൂ. കാരണം അവർ നമുക്ക് പൈസ തന്ന് നമ്മളോട് പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ പരിഗണിക്കും, അതുപോലെ തന്നെ നിങ്ങളെയും പരിഗണിക്കും. പക്ഷേ സമയത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇത്രയും കാലം എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ ദിശ പവറാണ് സ്വാഭാവികം, ഞാൻ പറയണ്ടല്ലോ. GK ക്ലാസ് കൂടുതൽ വേണം. GK ക്ലാസ് നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ ഒരുപാട് ക്ലാസ് ഉണ്ട്. നിങ്ങൾ RPF-ന്റെ ക്ലാസ്സസ് മാത്രം കാണാൻ നിൽക്കണ്ട, എല്ലാ ക്ലാസ്സസും കണ്ടോളാം. ഓക്കെ. നമുക്ക് പെട്ടെന്ന് കണ്ടന്റിലേക്ക് പോകാനുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത്. GK വേണമെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആക്കുമോ? സെപ്പറേറ്റ് ചാനൽ തന്നെ ആക്കിയിട്ടുണ്ട്. ദിശ ആർമി എക്സാം ഞാൻ കമൻറ്റിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. ദിശ ആർമി എക്സാം, അതിൽ ജോയിൻ ചെയ്തോളാം കേട്ടോ. ഓക്കെ. പിന്നെ റീസണിങ് ക്ലാസ് ചെയ്യുമോ? റീസണിങ് ക്ലാസ്സും ദിശ ആർമി എക്സാംസിലുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ആ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ടും ആദ്യം പോയി കണ്ടിരിക്കണം. GK ടോപ്പിക്സ് ചെയ്യാമോ? ചെയ്യാം. എക്സാം എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞൊരു 1500 മീറ്റർ ഉണ്ട്. അപ്പോൾ 5 10 കയറി. ഓക്കെ. നിങ്ങൾ ഈ ഹാർപ്പിക്കിൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ? അതിൽ അയാൾ പറയുന്നുണ്ട്, നമ്മുടെ അബ്ബാസ് പറയുന്നുണ്ട്, എത്ര നിങ്ങൾ കഴുകി കഴിഞ്ഞാലും 99.99 കീടാണു മാത്രമേ പോവുള്ളൂ. ഒരു 0.1% കീടാണു എന്തുണ്ടാവും അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ നമ്മളെ കമൻറ്റിൽ നമുക്ക് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട്, നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കീടാണുക്കളുണ്ടാവും. ആ ഒരു വൈബിൽ അങ്ങ് വിട്ടാൽ മതി. പിന്നെ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളെ ഈ നെഗറ്റീവ് അടിച്ച് എക്സാം ഒക്കെ പഠിച്ചില്ലെങ്കിലും ക്ലിയർ ആവുമെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാ ഈ വീഡിയോ കാണുന്നത്? അപ്പം നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നെഗറ്റീവ് ആളുകൾ എപ്പോഴും ഉണ്ടാവും, അവരെ മൈൻഡ് ചെയ്യാണ്ട് ഒഴിവാക്കി വിടുക, നമ്മളെ പണിയെടുക്കുക. ഓക്കെ. പിന്നെ ഓക്കെ, യെസ്, മാത്സിന് ബേസ് വേണം. മാത്സിന് ബേസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോവാം. കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തുടക്കത്തിലുള്ള കുറച്ച് ടോപ്പിക്ക് പറഞ്ഞിരുന്നു, നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ, LCM, HCF. അപ്പോൾ നിലവിൽ നമ്മളെ ചാനലിൽ പേഴ്സൻറ്റേജ് വരെയുള്ള ടോപ്പിക്കുകൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളത് കാണുക, അത് സമാധാനമായിട്ടിരുന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സീരീസ് കൃത്യമായി അടുത്ത ദിവസം മുതൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വീഡിയോ കാണണം, ഏതൊക്കെ വീഡിയോ കണ്ട് ബേസ് പഠിക്കണം എന്നുള്ളതും കൂടെ ഞാൻ ഈ കമൻറ്റിൽ പിൻ ചെയ്യാം. അപ്പോൾ അതും കൂടി ഓടിപ്പോയി കണ്ടിട്ട് ഒന്നും കൂടെ ഈ പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ 2019 സമയത്ത് ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ച
വെച്ചിട്ടുള്ള ടൈപ്പാണ്. നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ ആ എക്സാം ഹാളിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ച് ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. ആദ്യം വീഡിയോ കാണുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സൊല്യൂഷൻ ഒന്നും നോക്കണം നിർബന്ധമില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, ഇവിടെ നിങ്ങളുടേതാണ് ബെറ്റർ മെത്തേഡ്, അതായത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ മെത്തേഡ് ആണെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയിക്കോളാം. ഓക്കെ, ഇനി അതല്ല നിങ്ങളുടെ മെത്തേഡ് സ്ലോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. റെഡി ആണല്ലോ? അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ എത്ര ഉണ്ടാവും, ഒരു 3/4 മണിക്കൂർ ഉണ്ടാവും. ആ 3/4 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ സമാധാനമായിട്ട് ഇരുന്ന് കാണണ്ട. നിങ്ങൾ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ക്വസ്റ്റ്യൻ ഓരോന്ന് എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. നിങ്ങളെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വേസ്റ്റ് ആക്കാൻ പാടില്ല. ഓക്കെ, വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് പറയാം നിങ്ങൾ 3/4 മണിക്കൂർ ഇരുന്ന് കണ്ടോളൂ എന്ന്. പക്ഷെ അങ്ങനല്ല, നിങ്ങൾ സമാധാനമായിട്ട് ഇരുന്ന് ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ക്വസ്റ്റ്യൻ്റെ ലെവലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ എണ്ണവും കൂട്ടി കൊണ്ടുവരാം. തുടക്കത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. ഓക്കെ, തുടക്കത്തിൽ ആവേശമല്ല, നമുക്ക് അവസാനം വരെ ഒരേ ആവേശമാണ് വേണ്ടത്. തുടക്കത്തിൽ മാത്രം ആവേശമായി കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എത്രത്തോളം പറ്റുന്നുണ്ട് നോക്കുക. ഓക്കെ, അപ്പം നേരെ പോവുകയാണ് ആദ്യത്തെ ചോദ്യം. അതിന് മുമ്പ് ഒരു കാര്യം, ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മെയ് 25 വരെ നമ്മളെ യൂട്യൂബ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഡിസ്കൗണ്ട് എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ചു പോയി കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഡിസ്കൗണ്ട് എത്ര ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കോഴ്സ് എടുക്കണം കേട്ടോ. ശരി, ഒന്നാമത്തെ ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമാണ്. 6m61 ഈസ് ഡിവിസിബിൾ ബൈ 11. ഫൈൻഡ് ദ വാല്യൂ ഓഫ് m. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, വായിക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ക്വാളിറ്റിയിലൊക്കെ ഇട്ട് നോക്കുക. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്താ പറഞ്ഞത്? 6m61 ഈസ് ഡിവിസിബിൾ ബൈ 11. ഫൈൻഡ് m. എടാ 6m61 എന്ന് പറഞ്ഞ ഒരു നമ്പറാണ്. 6m61 എന്ന് പറഞ്ഞ ഒരു നമ്പറാണ്. അത് ആരാവാം? 6061 ആവാം, 6161 ആവാം, 6261 ആവാം, 6361 ആവാം. ഇങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് 1 2 3 4 5 6 7 8 9 ഒക്കെ വരാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ എമ്മിൻ്റെ വാല്യൂ എന്താവാം? ഇഫ് m 11 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ, m എന്ന് പറയുന്ന ആ നമ്പർ, m എന്ന് പറയുന്ന നമ്പർ അല്ല, 6m61 എന്ന് പറയുന്ന നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ എമ്മിൻ്റെ വാല്യൂ എന്താവാന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കറിയാലോടാ 11 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിലുള്ള പ്രത്യേകത എന്താ? ഉദാഹരണമായിട്ട് ഒരു നമ്പർ മാത്രം പറയാം. 11 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി നമുക്കിപ്പോൾ നമ്പർ 1331, 11 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്, നമുക്കറിയാം. അവിടെയുള്ള പ്രത്യേകത, നിങ്ങൾ ഈ ആൾട്ടർനേറ്റ് നമ്പറുകൾ കൂട്ടുമ്പോൾ, ഒന്നിടവിട്ട നമ്പറുകൾ കൂട്ടി, ഇവിടെ 1ഉം 3ഉം എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഈ 3ഉം 1ഉം എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഓക്കെ, ആ രണ്ട് നമ്പറുകൾ തമ്മിൽ ഡിഫറൻസ് എടുത്ത് കഴിയുമ്പോൾ 0 കിട്ടി. ചിലപ്പോൾ നിങ്ങൾക്ക് 0 കിട്ടണമെന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് 11 കിട്ടും. ആ 11 കിട്ടിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് 22 കിട്ടും. അങ്ങനെ ഏത് വാല്യൂ കിട്ടിക്കഴിഞ്ഞാലും അത് ആരെ മൾട്ടിപ്പിളാ? 11ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ആവാനുള്ള പ്രത്യേകത, നിങ്ങൾ വീഡിയോ കണ്ട് പഠിച്ചവരാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. 11ൻ്റെ മൾട്ടിപ്പിൾ ആവാനുള്ള പ്രത്യേകത എന്താ? ആൾട്ടർനേറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. ആൾട്ടർനേറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുക, ഡിഫറൻസ് എടുക്കുക. അപ്പോൾ 4 - 4 0 കിട്ടും, അല്ലെങ്കിൽ 11 കിട്ടും, അല്ലെങ്കിൽ 22 കിട്ടും. അപ്പോൾ ഇവിടെ 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയാടാ, 6ഉം 6ഉം കൂട്ടിയാൽ, 6ഉം 1ഉം അല്ല, 6ഉം 6ഉം കൂട്ടിയ 6ഉം 6ഉം കൂട്ടിയാൽ 12 കിട്ടും. 12ൻ്റെ അകത്തുനിന്ന് m+1 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 0 കിട്ടണം, ഇല്ലെങ്കിൽ എത്ര കിട്ടണം? 11 കിട്ടണം. ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് നമ്പർ വരണം എന്നാണ് ചോദ്യം. അപ്പോൾ ഏത് നമ്പർ ഇവിടെ വരാൻ പറ്റും? നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയേ. ഇതിലുള്ള ഓരോ നമ്പർ ഇട്ട് നോക്കിയേ, ജസ്റ്റ് 0 ഇട്ട് നോക്കുക. അപ്പോൾ ആരാ? 6061 കൂട്ടടാ. 6 6ഉം 12, 0 1 1. അപ്പോൾ 12 1 കുറച്ചാൽ 11. കണ്ടോ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസറാണ്. മനസ്സിലായോ? എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ എമ്മിൻ്റെ സ്ഥാനത്ത് ആദ്യത്തെ ആളെ ഇട്ട് നോക്കുക, ഇല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്ത് നോക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ 0 ആണോ നോക്കുക, 11 ആണോ നോക്കുക. നിങ്ങൾ അതിലേക്കൊന്ന് പോകണ്ട, ഓപ്ഷൻ എടുത്തിടാനുള്ളതേ ഉള്ളൂ, ഡയറക്റ്റ് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ളത് ഇട്ട് നോക്കുക. 6 6ഉം 12, 0 1 0 അല്ല 0 1 1. അപ്പോൾ 12 1 കുറച്ചാൽ 11. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 11ൻ്റെ ഡിവിസിബിലിറ്റി പഠിക്കണം. അവിടെ 11ൻ്റെ ഡിവിസിബിലിറ്റി എന്താ? ഇപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. ഇതൊരു 4 അക്ക സംഖ്യ. ഇത് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാ നോക്കുക? ഒന്നിടവട്ട നമ്പറുകൾ തമ്മിൽ കൂട്ടുക. എ+സി നിങ്ങൾക്ക് പി കിട്ടിയെന്ന് വിചാരിച്ചോ, B+D Q കിട്ടിയെന്ന് വിചാരിച്ചോ, P-Q ചെയ്യുക. അതൊന്നെങ്കിൽ 0 ആയിരിക്കണം, ഇല്ലേ 11 ആയിരിക്കണം, അല്ലെ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാരാന്ന് പറയുന്നത്?
11ന്റെ ഈ നമ്പർ മൊത്തത്തിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 11ന്റെ ഒരു ഗുണിതമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേ മെത്തേഡിൽ വേണം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ ഞാൻ ഈ വർക്കൗട്ട് ചെയ്ത സാധനം കൂടെ ഞാൻ ഇവിടെ ഇടാം, നമ്മളെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇടാം. അതിൻ്റെ ലിങ്കും കൂടെ താഴെ കൊടുക്കുക. ഇതിപ്പോൾ കമൻറ്റ് ബോക്സ് നിറയെ ലിങ്ക് ആയിട്ടുണ്ട്, എല്ലാ ലിങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്ത് തരുന്നോളാം. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം. അപ്പോൾ 11ന്റെ ഡിവിസിബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3ന്റെ ഡിവിസിബിലിറ്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. 3736x ഈസ് ഡിവിസിബിൾ ബൈ 3. ഹൗ മെനി വാല്യൂസ് ആർ പോസിബിൾ ഫോർ എക്സ്? ഓക്കെ, എടാ 37 37 36 എക്സ് ഈ നമ്പർ 3 കൊണ്ട് ഡിവിസിബിളാണ്. എടാ ഒരു നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? അതിൻ്റെ എല്ലാ അക്കങ്ങളും കൂട്ടി നോക്കണം. ഉദാഹരണം 123, ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെ നോക്കും? 1ഉം 2ഉം കൂട്ടുക, 3 3 3 എത്ര കിട്ടി? 6 എന്ന് കിട്ടിയില്ലേ? ഇവരെല്ലാം കൂടെ കൂട്ടിയാൽ 6 എന്ന് കിട്ടി. 6 3ന്റെ ഒരു ഗുണിതമാണല്ലോ. അതെ, 6 3ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഈ നമ്പർ എന്ത് തന്നെ? 3ന്റെ ഗുണിതം തന്നെ ആയിരിക്കും. അപ്പോൾ 123 3ന്റെ ഗുണിതമാണോ നോക്കാനുള്ള വഴി അതാണ്. അപ്പോൾ ഇത് 3ന്റെ ഗുണിതമാണോ നോക്കണം. നോക്കാം നമുക്ക്. നിങ്ങൾ കൂട്ടിയേ 3ഉം 7ഉം 3 7ഉം 10 10 3 13 6 19ഉം എത്രയാ? എക്സും 19ഉം എക്സും. ഇതാണ് നമ്മളെ യൂണിറ്റ് ഡിജിറ്റുകളല്ല ഡിജിറ്റുകൾ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. അത് ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആവണം, അതാണ് നമ്മൾ ആവശ്യം. അത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യം. എടാ 19 പ്ലസ് എക്സ് എപ്പോഴാണ് 3ന്റെ മൾട്ടിപ്പിൾ ആവുക? 19 പ്ലസ് എക്സ് 3ന്റെ മൾട്ടിപ്പിൾ ആവുക. 19 പ്ലസ് 2 ആയി കഴിഞ്ഞാൽ 21 ആയില്ലേ? 21 3ന്റെ മൾട്ടിപ്പിളാ. 19 പ്ലസ് 5 ആയി കഴിഞ്ഞാലോ? 19 5 24 ആയില്ലേ? 24 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ഓക്കെ, 19 പ്ലസ് 8 ആയി കഴിഞ്ഞാലോ? 19 8 27 27 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും 19 പ്ലസ് 11 ആയി കൂടെ എന്ന്. 11 ആയി കഴിഞ്ഞാൽ 30 ആയില്ലേ? 30 3ന്റെ ഗുണിതമല്ലേ? 27 3ന്റെ ഗുണിതമല്ലേ? 24 3ന്റെ ഗുണിതമല്ലേ? 21 3ന്റെ ഗുണിതമല്ലേ? അപ്പൊ ഈ നമ്പറുകളൊക്കെ പറ്റില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റ് അല്ലേടാ, ഇവിടെ വരുന്ന ഒരു അക്കമല്ലേ? ഒരക്കം ഇവിടെ 2 അക്കമായിട്ടാണ് നിൽക്കുന്നത്. അത് പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് 11 വരെ പറ്റൂല. ഒറ്റ അക്കങ്ങളായിട്ടുള്ള എത്ര പോസിബിലിറ്റി ഉണ്ട്? 1 2 3. ഓക്കെ, അപ്പോൾ 3 പോസിബിലിറ്റിയാണ്. നമ്മൾ ആൻസർ എത്ര വരും? 3 വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 37362 37365 37368 ഈ 3 നമ്പറുകളും എന്തായിരിക്കും? 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ 3ന്റെ ഗുണിതങ്ങളായിരിക്കും. ഈ 3 എല്ലാ ഡിജിറ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3ന്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടും, 3ന്റെ ഒരു ഗുണിതം കിട്ടും. ഇതാണ് 3ന്റെ ഡിവിസിബിലിറ്റി. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അറിയില്ലെങ്കിൽ നിങ്ങൾ അഭിനവ്യസിന്റെ ക്ലാസ് ഒന്ന് പോയി കണ്ടിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം. അതിനെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ്. 3ന്റെ ഡിവിസിബിലിറ്റി മാത്രമല്ല, 3 4 5 6 7 8 9 10 ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് 13 വരെ ഉള്ളതുണ്ട്. 13 വരെ ഉള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ ഒന്നും കൂടെ പറയാം, താഴെ കൊടുക്കുന്നുണ്ട്, പോയി കണ്ടേക്കണടാ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇത്ത നമ്പർ ഒരു വലിയ നമ്പറാണ്. 5 7 9 6 8 3 PQ ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 5 and 8. Then the smallest possible values of P and Q will be. Pന്റെയും Qന്റെയും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എടാ നോക്കിക്കോ, 5 7 9 6 8 3 PQ. P ഒരു ഡിജിറ്റാണ്, Q ഒരു ഡിജിറ്റാണ്. ഈ 2 ഡിജിറ്റുകൾക്കും വാല്യൂ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇടാം. Pക്ക് 1 മുതൽ 0 വരെ ഏത് വാല്യൂ ഇടാം, Qന് 1 മുതൽ 0 വരെ ഏത് വാല്യൂ ഇടാം. അങ്ങനെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഈ നമ്പർ മൊത്തത്തിൽ 5ന്റെ ഒരു ഗുണിതമാണ്. എടാ 5ന്റെ ഗുണിതത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ പറഞ്ഞു നോക്കി. 5 10 15 20 എന്നൊക്കെ പറയുമ്പോൾ അത് 5ലോ 0 അവസാനിക്കുന്ന ഒരു സംഖ്യ അല്ലേ? അപ്പോൾ Q ഒന്നെങ്കിൽ 0 അവസാനിക്കണം, അല്ലെങ്കിൽ Q എത്രയായിരിക്കണം? 5 ആയിരിക്കണം. എന്നാലേ ഈ നമ്പർ മൊത്തത്തിൽ 5ന്റെ ഗുണിതാവുള്ളൂ. അപ്പോൾ Q ഇവിടെ 2 പറയുന്നത്. ആ ഓപ്ഷനേ തെറ്റാ. കാരണം Q 2 വരില്ല. Q 2 വന്നാൽ 5ന്റെ ഗുണിതാവില്ല. പിന്നെയോ Q ഇവിടെ 3 പറയുന്നത്, അതും പോസിബിൾ അല്ല. Q ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 5 ആയിരിക്കണം. ഓക്കെ, ഇവിടെ 2 0 വന്നത്. അപ്പോൾ ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവനും ഒരു പോസിബിലിറ്റി ഉണ്ട്. Q 0 ആവണം. പിന്നെ എന്താ പറയുന്നടാ? 8ന്റെ മൾട്ടിപ്പിളും കൂടെ ആയിരിക്കണം. 8ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിലേ ഈ അവസാനത്തെ 3 ആൾക്കാർ 3PQ ചിലപ്പോൾ 300 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും. എത്രയാണോ ആ നമ്പർ, അത് എന്തായിരിക്കണം? അത് 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്താ പറഞ്ഞത്? ഒരു വലിയ നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ, 8ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ 0 കിട്ടണം.
അങ്ങനെ കിട്ടണമെങ്കിൽ അവസാനത്തെ 3 ഡിജിറ്റില്ലേ, അവസാനത്തെ 3 ഡിജിറ്റ് 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് 3PQ എന്ന് പറയുന്ന നമ്പറിനെ നിങ്ങൾ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ എത്ര കിട്ടണം? 0 കിട്ടണം. സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി പോകേണ്ടതുണ്ട്. നിങ്ങൾ അറിയാണ്ട് ഞാൻ സ്പീഡ് കൂട്ടിക്കൊള്ളാം. ഓക്കെ, അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ റിമൈൻഡർ 0 കിട്ടണമെങ്കിൽ പിയും ക്യൂ ആരാവണമെന്നാ ചോദ്യം. അതിൽ ക്യൂ ആരായി? 0 ആയി. നമ്മളെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ക്യൂ 0 ആവാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 3P0 ഈ നമ്പർ ആരാവണം? ഈ നമ്പർ 3ന്റെ ഒരു ഗുണിതമാവണം. അപ്പോൾ ഒന്നെങ്കിൽ P2 ആണ് അല്ലെങ്കിൽ P3 ആണ്. പിക്ക് 2 ഇട്ട് കൊടുത്ത് നോക്കിയേ 320, പിക്ക് 3 ഇട്ട് നോക്കിയേ 330. ഇതിൽ ഏതാണ് നമ്മൾ ആൻസർ വരിക? 330 8ന്റെ ഗുണിതമാണോ? 320 8ന്റെ ഗുണിതമാണോ? ഏതാണോ 8ന്റെ മൾട്ടിപ്പിൾ അതാണ് ആൻസർ. എടാ 32 അല്ലേ 8ന്റെ മൾട്ടിപ്പിൾ? 4 8 32. അപ്പോൾ 320 ആണ് 8ന്റെ മൾട്ടിപ്പിൾ. നമ്മൾ ആൻസർ വരുമ്പം P = 2, Q = 0. ഓക്കെ, അടുത്തത് which among the following is a prime number? ഓക്കെ, ഇവിടെ ഈ ഒരു ചോദ്യം വരുന്ന സമയത്താണ് നിങ്ങൾക്ക് എല്ലാ നമ്പറിൻ്റെയും ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ പറയുന്നത് പ്രൈം നമ്പർ ആരാണ്, അഭാജ്യ സംഖ്യ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നാ. എടാ അഭാജ്യ സംഖ്യൻ്റെ പ്രത്യേകത എന്താ? അതിന് ഘടകങ്ങളില്ല, ഫാക്ടേഴ്സ് ഇല്ല. ഇതിൽ ഫാക്ടേഴ്സ് ഇല്ലാത്ത ആൾക്കാർ ആരാന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ ഉത്തരവായി. ഫാക്ടേഴ്സ് ഇല്ലാത്ത ഒരേ ഒരാളെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ, അത് ആരാന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളെ ടാസ്ക്. പറടാ. 111, 143, 117, 217. ഇതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാ പ്രൈം നമ്പർ ആയിട്ട് തോന്നുന്നത്? ഒറ്റ നോട്ടത്തിൽ പ്രൈം നമ്പർ ആയിട്ട് തോന്നുന്ന ആളാരാ? ഓക്കെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പ്രൈം നമ്പറിനെ മനസ്സിലാക്കാൻ പറ്റണം നിർബന്ധമില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഡിവിസിബിലിറ്റി റൂളുകൾ ഉപയോഗിക്കണം. ഓക്കെ, എന്ത് ചെയ്യും? 2 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവനെ ഒഴിവാക്കാം. 2 കൊണ്ട് പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇരട്ട സംഖ്യകൾ ആരുമില്ല. അതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആരുമില്ല എന്ന് മനസ്സിലാക്കി. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? കൂട്ടി നോക്കടാ. 1 1 2 1 3. ഇവനെ 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഇവൻ എന്തല്ല? പ്രൈം നമ്പർ അല്ല. ഇതിന് 3 ഒരു ഘടകമല്ലേ? ഓക്കെ, അവൻ പോയി. ഇനി ഇത് കൂട്ടി നോക്കിയേ. 1 1 2 7 9. എടാ 9 എന്ന് പറഞ്ഞാൽ 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഈ നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതും എന്തല്ല? പ്രൈം നമ്പർ അല്ല. അടുത്ത കേസ് നോക്ക്. 1 4 5, 5 3 8. 8 3ന്റെ കൂടിയതാണോ? മൾട്ടിപ്പിൾ ആണോ? അല്ല. അതുകൊണ്ട് ഈ നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ശരി. 217 കൂട്ടി നോക്കിയേ. 2 1 എത്രയാ? 2 1 3, 3 7 10. അതും എന്തല്ല? ഒരു മൾട്ടിപ്പിൾ അല്ല 3ന്റെ. ഇനി ആരാ ഉള്ളത്? നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടെ തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും 97 എന്നൊരു ഓപ്ഷനും കൂടെ വെച്ച് റെഡി. ഇനി എന്ത് ചെയ്യും? നിങ്ങൾ പറ. നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കി? അല്ല. 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ഈ 97 3ന്റെ മൾട്ടിപ്പിൾ ആവോ? 9 7 16 ആവില്ല. 3ന്റെ മൾട്ടിപ്പിൾ ആവില്ല. 4 ആവോ? 4 ആവാൻ ഒരു ചാൻസും ഇല്ല. 5 ആവോ? 5 ആവണമെങ്കിൽ 5ൽ അവസാനിക്കണം. 6 ആവോ? 6 ആവാൻ ഇരട്ട സംഖ്യ ആയിരിക്കണം. 7 ആവുമോ? 7 ആവോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്താ? നോക്കണേ. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നോക്കണം. 143 എന്ന് പറയുന്ന നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണം. ഒറ്റ വഴിയേ ഉള്ളൂ. ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. അതിനെ അവസാനത്തെ ഡിജിറ്റിനെ അങ്ങ് മാറ്റി എഴുതുക. ഇപ്പം എന്തായി? 14 3 എന്നായി. എന്താ ചെയ്ത്? ഒരു നമ്പർ ഇതിനകത്ത് 7ന്റെ മൾട്ടിപ്പിൾ, ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. 14 3. എന്നിട്ട് 3ന്റെ ഇരട്ടി എഴുതുക. അത് എത്രയാ? 6. 14 6 കുറയ്ക്കണം. നിങ്ങൾക്ക് എത്ര കിട്ടി? 8 എന്ന് കിട്ടിയില്ലേ? 14 6 കുറച്ച 8. ഈ 8 എന്ന് പറയുന്ന ആള് 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 7ന്റെ ഗുണിതമല്ല. 7ന്റെ ഗുണന പട്ടികയിൽ 8 ഇല്ല. അതുകൊണ്ട് 143 എന്തല്ല? ഒരു 7ന്റെ മൾട്ടിപ്പിൾ അല്ല. പിന്നെ ഈ ഡിയോ 217 7ന്റെ മൾട്ടിപ്പിൾ ആണോ? ചെക്ക് ചെയ്ത് നോക്കാം. 217 ഞാൻ 21 7 ആക്കി എഴുതി. അതായത് ഈ ഒറ്റയക്കത്തുള്ള സ്ഥാനത്തിനെ ദൂരേക്ക് മാറ്റി എഴുതി. അതിന്റെ ഇരട്ടി കണ്ടു 14. 21 14 കുറച്ചേ നിങ്ങൾക്ക് 7 കിട്ടും. ഓക്കെ, 7 7ന്റെ പട്ടികയിലുണ്ട്, അല്ലെങ്കിൽ 7 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഇത് നമ്മളെ 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 217 നമ്മളെ 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇതെന്തല്ല? നിങ്ങൾക്ക് പ്രൈം നമ്പർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതിനകത്ത് 7 ഉണ്ട്. നിങ്ങൾ 217/7 ചെയ്ത് നോക്കിയാലും മതി. 217/7 ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടെ റിമൈൻഡർ 0 എന്ന് കിട്ടും. റിമൈൻഡർ 0 ആണ്. എന്താ സംഭവം? അത് ഒരു ഘടകമാണ്, ഒരു ഫാക്ടറാണ്. അതൊരിക്കലും പ്രൈം നമ്പർ ആവുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് 143 ബാക്കിയുണ്ട്, 97 ബാക്കിയുണ്ട്. 143 8ന്റെ മൾട്ടിപ്പിൾ ആണോ? ആവില്ല. 9ന്റെ ആവുമോ? ഇല്ല. 3ന്റേതായിട്ടില്ല. പിന്നല്ലേ 9ന്റേത്. പിന്നെ ആരാ ഉള്ളത്? 97 ഒക്കെ നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് 2 നമ്പർ ഉണ്ട്. ആരൊക്കെയാ? 143
97. ഇവർ രണ്ടുപേരെയും ചെക്ക് ചെയ്ത് അവസാനം നിങ്ങൾ 10 കഴിഞ്ഞ് 11-ലെത്തും. 11-ലെത്തുന്ന സമയത്ത് എടാ 143 11 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 11 ആണോ അങ്ങനെ ചെക്ക് ചെയ്യാം. ഒന്നിടവട്ട സംഖ്യകൾ കൂട്ടുക. 1 3 4. ഇവിടെ 4നോട് കൂട്ടാൻ ആരും ഇല്ലല്ലോ. 4 ഒന്നിടവിട്ട് വേറെ നമ്പറൊന്നും ഇല്ല. അതുകൊണ്ട് 4 അങ്ങനെ തന്നെ എടുക്കുക. ഡിഫറൻസ് എടുക്കുക. 4 - 4 0. കണ്ടോ 0 വന്നില്ലേ? 0 വന്നു കഴിഞ്ഞാൽ ഇത് 11ന്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, അപ്പൊ ഇവരും നമ്മളെ ആൻസർ അല്ല. അപ്പൊ അവസാനം ആരേ ബാക്കിയുള്ളൂ? ഞാൻ അവസാനം കൂട്ടിച്ചേർത്ത 97 മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, എന്നോട് ഓപ്ഷൻ ഇട്ടപ്പോൾ പ്രൈം നമ്പർ ഇടാൻ മറന്നുപോയി. നിങ്ങൾക്ക് ബാക്കിയൊക്കെ പറഞ്ഞു തരാനുള്ളത് നോക്കിയായിരുന്നു. പ്രൈം നമ്പറിന്റെ കേസ് മറന്നേ പോയി. ഓക്കെ, അപ്പോൾ 97 ഈ ആണ് നമ്മൾ ആൻസർ വരിക. നിങ്ങൾക്ക് ഓപ്ഷനിൽ ആൻസർ കാണുന്നില്ലെങ്കിൽ ഈ എന്ന് കമന്റ് ഇട്ടാൽ മതി കേട്ടോ. ശരി, അപ്പോൾ ആ ക്വസ്റ്റ്യനായി. അപ്പോൾ ഇതിൽ പറയാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിലും കൂടെ കുറച്ചും കൂടെ എക്സ്റ്റെൻസീവായിട്ട് കുറച്ചും കൂടെ അധികം ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചെയ്യാം. നിങ്ങൾ അതിൻ്റെ ഒരു സ്പീഡ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 3-4 ക്വസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഒരു ക്ലിയർ ഐഡിയ അല്ലെങ്കിൽ ഞാൻ താഴെ ഇടുന്ന ഒരു വീഡിയോ കണ്ടിട്ട് എന്താണ് ഡിവിസിബിലിറ്റി എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടെ വരിക. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് പ്രീവിയസ് ഇയർ മോഡൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ, ഇവിടെ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. നമ്മൾ ഡിവിസിബിലിറ്റി തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു. റിമൈൻഡർ തിയറത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തു പോവാണ് കേട്ടോ. ഒരിക്കലും ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നില്ല. ഇനി നിങ്ങൾക്കത് വേണം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ വെൻ എ നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ 119, റിമൈൻഡർ റിമെയിൻസ് 10. ശരി, when the same number is divided by 17, what will be the remainder? Okay, ചോദ്യം ഇതാണ്. ഒരു നമ്പറിനെ 119 കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ 10 ആണ്. നോക്കടാ, ഒരു നമ്പറിനെ നമ്പർ ഏതാ 10 എടുക്കാം. 10 എന്ന് പറഞ്ഞ നമ്പറിനെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ എനിക്ക് എത്ര കിട്ടിയത്? 1 അല്ലേ കിട്ടിയത്? ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ആരാ? 3 3 3 9 9 1 10. ഇങ്ങനെയാണ് നമ്മൾ ഹരണം നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ? നോക്കിയേ, 10-ൽ എത്ര 3 ഉണ്ട്? 3 3 ഉണ്ട്. 3 3 9 ആണ്. ശിഷ്ടം 1. അങ്ങനെയല്ലേ പോയിരിക്കുന്നത്? ഓക്കെ, ഇവിടെ നമ്മളോട് പറയാണ് ഏതോ ഒരു നമ്പറിനെ, നമുക്കറിയാത്ത n എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമ്മൾ ഹരിക്കാൻ പോവുക. ആരുമായിട്ടാണ് ഹരിക്കാൻ പോകുന്നത്? 119 വെച്ച് ഹരിക്കാൻ പോവുക. 119 ഇവിടെ 119 വെച്ച് ഹരിക്കാൻ പോവുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ഉത്തരത്തിനെ പറ്റി നമുക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ഇട്ട് കൊടുക്കാം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു നമ്പർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്, എക്സ്. ഓക്കെ, ഞാൻ ഇട്ട് കൊടുത്തു, വെറുതെ ഇട്ട് കൊടുത്താണേ. അപ്പോൾ നിങ്ങൾ പറയടാ, എന്നിട്ട് റിമൈൻഡർ എത്രയുണ്ട്? റിമൈൻഡർ അവിടെ 10 എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നേരത്തെ ആ ക്വസ്റ്റ്യനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. 10 അകത്ത് 10 പുറത്ത് 3 ഇവിടെ 3 റിമൈൻഡർ 1. 10 ഈക്വൽ ടു 3 × 3 + 1 അല്ലായിരുന്നു. അതായത് ഇവർ രണ്ടുപേരെയും ഗുണിച്ചിട്ട് ഈ റിമൈൻഡർ കൂട്ടിയാൽ നിങ്ങൾക്ക് 10 കിട്ടും. ഇത് കോഷ്യന്റ് എന്ന് പറഞ്ഞ ആളാണ്, ഇത് ഡിവൈസർ എന്ന് പറഞ്ഞ ആളാണ്, ഇത് റിമൈൻഡർ ആണ്. അത് കൂട്ടിയാൽ 10 കിട്ടും. നിങ്ങൾ കാണാപ്പാടം പഠിക്കുകയൊന്നും വേണ്ട, ഈ ഒരു ഉദാഹരണം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, മുകളിലുള്ള രണ്ടാൾക്കാരെ ഗുണിച്ച് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 കിട്ടും. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കിയേ, 119 എക്സിനോട് 10 കൂട്ടുന്ന ആളാണ് നിങ്ങളെ n എന്ന് പറഞ്ഞ നമ്പർ. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത ഏതോ നമ്പറിനെ 119 കൊണ്ട് ഹരിച്ചിട്ടുണ്ട്. ആ നമ്പറിനെ ഹരിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഉത്തരത്തിനെ പറ്റി അവരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ലെറ്റർ നമ്മൾ ഇട്ട് കൊടുത്തു. റിമൈൻഡർ 10 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ n = ആരാന്ന് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ ഉദാഹരണം ഓർത്ത് വെച്ച് എഴുതിക്കൊള്ളാം. ഓക്കെ, ഇനി പറയുന്നത് എന്താ? ഈ n എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ 17 കൊണ്ട് ഹരിച്ചു. ഇവിടെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെയും 17 കൊണ്ട് ഹരിക്കണം. അപ്പൊ റിമൈൻഡർ ആരാന്ന് ചോദിക്കുന്നത്? അപ്പൊ ശിഷ്ട ആരാന്ന് ചോദിക്കുന്നത്? എടാ 119 എക്സിനെ നിങ്ങൾ 17 കൊണ്ട് ഹരിച്ചാൽ അവിടെ റിമൈൻഡർ ഇല്ല. നിങ്ങൾ ഹരിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് എത്ര കിട്ടും? 7x എന്ന് കിട്ടും, 7x എന്ന് കിട്ടും. ഓക്കെ, അവിടെ റിമൈൻഡർ ഉണ്ടോ? ഇല്ല. പിന്നെ ആരാ ബാക്കിയുള്ളത്? ഒരു 10/17 ബാക്കിയുണ്ട്. ഇത് ഹരിക്കാൻ പറ്റുമോ? 10-ൽ 17 ഉണ്ടോ? ഇല്ല. അപ്പൊ റിമൈൻഡർ എത്രയാ? 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നിങ്ങളെ ആൻസർ 10 ആണ്. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. ശരിക്കും എന്ത് ചെയ്താൽ മതി? 119 ഇതാ, 119 x + 10 ഇതാണ് നിങ്ങളെ നമ്പർ. അതിനെ നിങ്ങൾ 17 കൊണ്ട് ഹരിക്കുമ്പോൾ 17ഉം ഈ 119ഉം കട്ടായി കഴിഞ്ഞാൽ അവിടെ 7 ബാക്കി വരും. ഈ 10നെ ഹരിക്കാൻ 17നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ആ 10 അവിടെ റിമൈൻഡർ ആയിട്ട് വരും. ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളെ സ്റ്റെപ്പ്. തുടക്കത്തിൽ ഇതാണ് നിങ്ങളെ സ്റ്റെപ്പ്. അവിടെയാണ് വ്യത്യാസം. കുറേ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം അവിടെയാണ്. ഓക്കെ, ശരി.
അടുത്ത ചോദ്യം. ഇവിടെ ഉള്ളൊരു കാര്യമുണ്ടല്ലോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 119 എന്ന് പറയുന്ന ആള് 17ന്റെ ഒരു ഗുണിതം അല്ലേ, 17ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ, 119 17ന്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളിത് ഹരിക്കണ്ട. ഇവിടെ ഉള്ള ആളെ നോക്കുക, 10 അല്ലേ, 10 17നെക്കാട്ടും ചെറുതാണെങ്കിൽ അതായിരിക്കും ഉത്തരം. ഓക്കെ, ഇവിടെ 18 ഉള്ളതെന്ന് വിചാരിച്ചോ, 10ന് പകരം ഇവിടെ 18 എന്നുള്ളതെന്ന് വിചാരിച്ചോ, 18. അപ്പൊ എന്താ ആൻസർ വരിക? 119നെ 17 കൊണ്ട് ഹരിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഡയറക്റ്റ് പറ്റുന്ന ആളാണ്. പിന്നെ അവിടെ 18 അല്ലേ ഉള്ളത്, 18നെ നിങ്ങൾ 17 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പൊ ശിഷ്ടം എത്ര വരും? 1 വരും. 1 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇവിടെ എന്തല്ല 18 അല്ല, അത് മറന്നു പോകരുത്. അപ്പൊ 17നെക്കാട്ടും ചെറുതാണെങ്കിൽ അത് തന്നെ ആൻസർ ആയിരിക്കും, 17നെക്കാട്ടും വലുതാണെങ്കിൽ എത്ര വലുതാണോ അതാണ് ആൻസർ ഉണ്ടാവുക. ശ്രദ്ധിക്കണം, 119 ആരായിരിക്കണം? 17ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. ശരി, അടുത്ത ചോദ്യം. നമുക്ക് ഇനിയും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചെണ്ണം ചെയ്യണം, നമുക്കൊന്ന് ചെയ്ത് ഉറയ്ക്കാനുണ്ട്, നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം. എ ബി ഈസ് എ 2-digit നമ്പർ, ദെൻ എ ബി മൈനസ് ബി എ വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ്. പ്രശ്നം ചോദ്യമാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ടെൻഷൻ ആവുക. എക്സാം ഹാളിൽ കയറുന്നു, എ ബി ബി എ തീർന്നു, ജീവിതം അവസാനിച്ചു. എടാ, എ ബി ഈസ് എ 2-digit നമ്പർ. നിങ്ങൾ ഏതെങ്കിലും ഒരു 2-digit നമ്പർ മനസ്സിലാലോചിക്കുക. നിങ്ങൾ കണ്ണടച്ച് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു 2-digit നമ്പർ മനസ്സിലാലോചിക്കുക. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 2-digit നമ്പർ മനസ്സിലാലോചിച്ചു. റെഡി? അത് വേണ്ട. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 2-digit നമ്പർ, ഉദാഹരണം 54 മനസ്സിലാലോചിച്ചു. ശരി, എന്നിട്ട് പറയാ അത് തിരിച്ചിട്ടാൽ ബി എ ആവും, അത് തിരിച്ചിട്ടാൽ ബി എ ആവും. അത് തിരിച്ചിട്ടാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ തിരിച്ചിട്ടാ 54 മൈനസ് തിരിച്ചിട്ടെ 45 ആയില്ലേ, നിങ്ങൾക്ക് ഉത്തരം എത്ര കിട്ടും? 9 എന്ന് കിട്ടും. അത് കിട്ടിയ ഉത്തരം ആരാ മൾട്ടിപ്പിളാണെന്ന് ചോദിക്കുന്നത്? നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്ക്, 9 ആരാ മൾട്ടിപ്പിളാ? 9ന്റെ മൾട്ടിപ്പിളാ. ഇത്രേ ഉള്ളൂ. നമ്മളെ നമ്പർ സിസ്റ്റത്തിലെ കുറെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ടെൻഷൻ ആവാനൊന്നുമില്ല. നിങ്ങൾ ഇതിന്റെ ഉദാഹരണം എടുത്ത് ആൻസർ അങ്ങ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലായാൽ മാത്രം മതി, വേറെ ഒരു സീനും ഇല്ല. നോക്കിയേ, എന്ത് സിമ്പിളായിട്ടാണ് കിട്ടിയത്. ഇനി ഇത് നിങ്ങൾ പഠിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ സയന്റിഫിക് ആയിട്ടൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യാം? പി ക്യു അല്ലല്ലോ, എ ബി അല്ലേ? ഞാൻ ഒന്ന് വെറുതെ കാണിച്ചു തരാമേ, വെറുതെ കണ്ടിരുന്നാൽ മതി. എ ബി എന്ന് പറഞ്ഞ 2-digit നമ്പർ എ ഇൻറ്റു 10 പ്ലസ് ബി ആ. ഇത് 10ന്റെ സ്ഥാനത്താണ്, ബി ഒറ്റേന്റെ സ്ഥാനത്താണ്. ഇനി ബി എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബി ഇൻറ്റു 10 പ്ലസ് എ ആ. ഇവിടെ 10ന്റെ സ്ഥാനത്ത് ബി ആണ്, ഒറ്റേന്റെ സ്ഥാനത്ത് എ ആണ്. എ ബി മൈനസ് ബി എ എന്ന് പറഞ്ഞാൽ ഇത് കുറയ്ക്കണം. എ ബി മൈനസ് ബി എ ചെയ്ത് കഴിഞ്ഞാൽ 10 മൈനസ് എ 9 എ, ബി മൈനസ് 10 ബി, ബി മൈനസ് 10 ബി എന്ന് പറഞ്ഞാൽ -9 ബി. ഓക്കെ, ഇതിൻ്റെ അകത്ത് 9 പുറത്തെടുത്താൽ 9 ഇൻറ്റു എ മൈനസ് ബി എന്ന് കിട്ടും. എടാ, 9 ഇൻറ്റു എ മൈനസ് ബി ഇത് എപ്പോഴും 9ന്റെ ഗുണിതമായിരിക്കില്ലേ? ഇതാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എ ബി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ മനസ്സിലെടുക്കുക, എന്നിട്ട് ബി എ എന്ന് പറഞ്ഞാൽ അത് തിരിച്ചിട്ടെടുക്കുക, ഡിഫറൻസ് എടുക്കുക. ഈ ഡിഫറൻസ് ഇതിലുള്ള ആരുടെ മൾട്ടിപ്പിളാന്ന് നോക്കുക. അഥവാ സംശയം ഉണ്ടെങ്കിൽ ഒരു ഉദാഹരണം കൂടെ എടുത്ത് നോക്കുക. ഇപ്പം ഞാൻ 63 എടുക്കണ്ട, ഒരു എത്ര എടുക്കണം? 65 എടുക്കാം. 65 തിരിച്ചിട്ട് ആരാ? 56. അതിൻ്റെ വ്യത്യാസം എത്ര തന്നെയാണ്? 9 തന്നെയാണ്. ഇനി നിങ്ങൾ വലിയ നമ്പർ എടുക്കുമ്പോൾ ഇവിടെ വ്യത്യാസം 18 വരും, അല്ലെങ്കിൽ 27 വരും. അങ്ങനെ പോകും. ഓക്കെ, ഉദാഹരണം എടുത്താൽ മതി. നിങ്ങൾ സയന്റിഫിക് സാധനങ്ങളൊന്നും പഠിച്ച് തല ഉണ്ടാക്കേണ്ട കാര്യമില്ല. വെറുതെ നമ്മളെ സമയം പോകുന്നേ ഉള്ളൂ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ആൾ വർക്ക് ആവേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങളൊന്ന് പരീക്ഷ നോക്കണം ഇത്. ഓക്കെ, കിട്ടിയില്ലെങ്കിലും പരീക്ഷിക്കുക. നിങ്ങളുടെ മനസ്സ് അതിന് റെഡി ആവട്ടെ പരീക്ഷണം നടത്താൻ. എക്സാം ഹാളിൽ പോയി പരീക്ഷണം നടത്തരുത് കേട്ടോ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ റിമൈൻഡർ. Then 3 raised to 36 is divided by 8. ഓക്കെ, ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം, എന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ, എടാ, ഒരു നമ്പറിനെ, ഉദാഹരണത്തിന് 3 എന്ന് പറയുന്ന ഒരു നമ്പറിനെ ഞാൻ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഹരിക്കുക. 3 എന്ന് പറയുന്ന നമ്പറിനെ വരില്ലേ കളറ്? 3 എന്ന് പറഞ്ഞ നമ്പറിനെ ഞാൻ 2 കൊണ്ട് ഹരിക്കാം. നിങ്ങൾക്ക് ശിഷ്ടം എത്ര കിട്ടും? നിങ്ങൾ ശിഷ്ടത്തിനെ പറ്റി പറഞ്ഞാൽ മതി. റിമൈൻഡർ 1 ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ അതിന് പകരം മുകളിൽ ഒരു സ്ക്വയർ കൊടുക്കുക, മുകളിൽ പവർ കൊടുക്കുക. മുകളിൽ പവർ കൊടുത്താൽ 3² 2 അല്ലേ? അതെത്രയാ? 9/2. അത് എത്ര ഇട്ടൂടാ റിമൈൻഡർ? അവിടെ റിമൈൻഡർ 1 തന്നെ. ഇനി മുകളിൽ ഞാൻ പവർ ഇനിയും കൂട്ടുക.
3³ 2 അപ്പോഴോ അതെത്രയാ 27/2 ഹരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് റിമൈൻഡർ 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ മുകളിലെ പവർ മാറുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം അവിടെ ഉണ്ടോ? ഇല്ല, റിമൈൻഡർ സെയിം ആയിട്ട് തുടരുകയാണ്. ഇനി ഞാൻ വേറൊരു നമ്പർ എഴുതാം, 5/3. അതിന്റെ റിമൈൻഡർ എത്രയാ? 2. ഇനി 5² എടുത്താലോ? 5² എന്ന് പറഞ്ഞാൽ 25/3 അവിടെ റിമൈൻഡർ വരുന്നത് എത്രയാ നോക്ക്? 25/3. 4 റിമൈൻഡർ വരിക. ശ്രദ്ധിച്ചോ നിങ്ങൾ? നോക്ക്, 25/3 എന്ന് പറഞ്ഞാൽ 21 വരെ 3 ഉള്ളൂ, ബാക്കി 4 ഉണ്ടാവും. ഇനി 5³ എടുത്ത് നോക്കിയേ, അപ്പൊ നിങ്ങൾക്ക് വേറൊരു റിമൈൻഡർ കിട്ടും. അവിടെ സെയിം റിമൈൻഡർ ആവുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1 അല്ലേ? ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1 അല്ലേ? ഇവിടെ സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ഇല്ലെങ്കിൽ ആരായിരിക്കും? 1 ആയിരിക്കും. എടാ, വ്യത്യാസം 1 വരുന്ന സ്ഥലത്തൊക്കെ റിമൈൻഡർ എപ്പോഴും തന്നെയായിരിക്കും 1 ആയിരിക്കും. ഇവിടെ സ്ക്വയർ ആയാലും ക്യൂബ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, താഴത്തെ ആളല്ല മുകളിലത്തെ ആള് കേട്ടോ. മുകളിലത്തെ ആള് എത്ര പവർ പോയാലും കുഴപ്പമില്ല, ഈ മുകളിലുള്ള ഈ ബേസ് നമ്പറും അതുപോലെ തന്നെ താഴത്തെ ഈ നമ്പറും ഒരു ഡിഫറൻസിൽ, താഴെ ചെറുത് മേലെ വലുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് റിമൈൻഡർ 1 ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം, അതായത് 5/5 ÷ 4 റിമൈൻഡർ എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി 1 എന്ന് പറയാലോ. അവിടെയാണ് ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയക്ക് പ്രത്യേകത ഉള്ളത്. 5/5 എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണ്. അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്ര ഉണ്ടെന്ന ചോദ്യം. ആ റിമൈൻഡർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ ടാസ്കാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും എളുപ്പ വഴി ഇവൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഏത് നമ്പറിനും അത് പോസിബിൾ ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻസ് ഇവിടെ 2 ആയി എന്ന് വിചാരിച്ചോ. എവിടെ? 5/3 അല്ലേ നമ്മൾ പറഞ്ഞ നമ്പർ? 5/3 റിമൈൻഡർ 2 ആയിരുന്നു. ഡിഫറൻസ് 2 ആകുമ്പോൾ അത് സ്ക്വയർ വരുന്ന സമയത്ത് 25/3 എടുക്കുമ്പോൾ റിമൈൻഡർ എത്ര വരും? 4 വരും. എടാ, ഇവിടെ മുകളിലെ ആൾ സ്ക്വയർ ആയപ്പോൾ റിമൈൻഡർ എന്തായി? സ്ക്വയർ ആയി. കണ്ടോ, റിമൈൻഡർ ഇവിടെ 4 ആയി മാറിയതാണ്ടില്ലേ? മുകളിൽ സ്ക്വയർ ആയപ്പോൾ റിമൈൻഡറും സ്ക്വയർ ആയിട്ടുണ്ട്. അതവിടെ ഓർത്ത് വെച്ചോളാം, അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ആദ്യം ഇത് ഇവനെ മനസ്സിലാക്കാം. ഓക്കെ, റെഡി. ആ രീതിയിലാണ് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്? ഞാൻ ഇപ്പം കാണിച്ച ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. എങ്ങനെ സോൾവ് ചെയ്യും? എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ പറയുന്നത് 3/36 ഈസ് ഡിവൈഡഡ് ബൈ 8 എന്നാണ്. അതായത് 3/36. ഓക്കെ, 3/36 ഈസ് ഡിവൈഡഡ് ബൈ 8. ഇവിടെ നോക്ക്, ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചോ. ഇവിടെ വ്യത്യാസം എത്രയാ? 5. റിമൈൻഡർ വ്യത്യാസം 5 ആണെന്നുള്ളതല്ല പ്രശ്നം, താഴെയുള്ളത് വലുതുമാണ്. നമ്മൾ പഠിച്ച താഴെയുള്ളത് ചെറുതാകുമ്പോഴുള്ള കേസല്ലേ? താഴെയുള്ള വലുതാകുമ്പോൾ എന്താ സംഭവിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. താഴെയുള്ള ആൾ വലുതാണ്, മുകളിലുള്ള ആളാണ് ചെറുത്. റിമൈൻഡറിനെ പറ്റി നമുക്ക് ഇപ്പം ചിന്തിക്കാനുള്ളൊരു സിറ്റുവേഷൻ പോലും ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? 3/36 കണ്ടുപിടിക്കുമോ? എന്താ അതിനുള്ളൊരു വഴി? അതിനുള്ള വഴി 8ന്റെ അടുത്തേക്ക് ഈ ബേസ് നമ്പറിനെ കൊണ്ടുവരിക. 8ന്റെ അടുത്തേക്ക് ഈ ബേസ് നമ്പറിനെ കൊണ്ടുവരിക. 3ന്റെ ആരാടാ 8ന്റെ അടുത്തുള്ളത്? 3ന്റെ സ്ക്വയർ അല്ലേ? 3ന്റെ സ്ക്വയർ 9. അപ്പൊ ഇവിടെ എന്താക്കണം? 3 സ്ക്വയർ എന്നാക്കണം. അതിനൊരു വഴിയുണ്ട്. നമ്മളെ 3/36 മാറ്റി എഴുതാൻ പഠിക്കണം. 3/36 ഈക്വൽ ടു, എടാ ഇങ്ങനെ ഒരു സാധനമുണ്ട്, 3/2 × 18. 3/36 എന്ന് പറഞ്ഞാൽ 3/2 × 18 ആണ്. ഇവിടെ നിങ്ങളൊരു 3 സ്ക്വയർ കാണുന്നില്ലേ? ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു 3 സ്ക്വയർ കാണാൻ പറ്റും ഇല്ലേ? പറ്റും. ഓക്കെ, അപ്പൊ അതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3/2 × 18 അല്ലെങ്കിൽ 9/18. അപ്പോൾ 3/36 ആരാ? 9/18 ആണ്. 9/18 ആണ്. ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. എടാ നോക്കിയേ, 9/8 റിമൈൻഡർ എത്രയാ? 1. 9² 8 റിമൈൻഡർ എത്രയാ? 1. അങ്ങനെ വന്ന് 9/18 റിമൈൻഡർ എത്ര തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾ ഓർത്ത് വെക്കുക. റിമൈൻഡർ ഒന്ന് കുറവും മുകളിലൊന്ന് കൂടുതലും ആണെങ്കിൽ എത്ര പവർ വന്നാലും റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ താഴെ, അതായത് ഡിനോമിനേറ്ററിൽ ഒന്ന് കുറവ് ന്യൂമറേറ്ററിൽ ഒന്ന് കൂടുതലും ആണെങ്കിൽ പവർ എത്ര വന്നു കഴിഞ്ഞാൽ റിമൈൻഡർ 1 ആയിരിക്കും. ഉദാഹരണ സഹിതം നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഈ ഉദാഹരണം വെച്ച് തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് ഇതാണ്.
5/4. ഈ കളറ് പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, 5/4 റിമൈൻഡർ 1 ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിവിടെ റിമൈൻഡർ 1 ആവാൻ കാരണം എന്താ? മുകളിലൊന്ന് കൂടുതലുണ്ട് എന്ന് നമുക്കറിയാം, അതുകൊണ്ടാണ് റിമൈൻഡർ 1 ആയത്. നേരത്തെ നമുക്ക് 3/8 കിട്ടിയില്ലടാ. അപ്പോൾ റിമൈൻഡർ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മളൊന്ന് തപ്പിപ്പോയില്ലേ? റിമൈൻഡർ എത്രയാണെന്നുള്ളൊരു ഡൗട്ടില്ലേ? ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ഈ ഏരിയയിൽ ചോദിക്കുന്നതാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നോക്കിക്കോ. യെസ്, അതായത് ഇപ്പോൾ ഉദാഹരണം എന്താ പറയുക, 3/4. എടാ, നമ്മൾ ബേസിക് ഐഡിയ വെച്ച് നിങ്ങൾ ചിന്തിച്ചേ, 3-നകത്ത് എത്ര 4 ഉണ്ട്? 3-നകത്ത് 4 ഒന്നുമില്ല. അപ്പം നിങ്ങൾ ഉത്തരം എത്രയാ? 3-ൽ 0 4കളുണ്ട്. ശിഷ്ടം എടുത്താൽ എത്ര കിട്ടും? 3 കിട്ടും അല്ലേ? 3/4 ശിഷ്ടം എത്രയാ? 3. ഇനി ഞാൻ നേരത്തെ ചെയ്ത അതേ പരിപാടി ചെയ്യാം. 3²/4 എടുക്ക്. 3²/4 എന്ന് പറഞ്ഞാൽ 9/4. അവിടെ റിമൈൻഡർ എത്രയാ? 1. ഓക്കെ, അടുത്തെടുക്ക് 3³/4. 3³/4ന്റെ റിമൈൻഡർ എത്രയാ? 3³ എന്ന് പറഞ്ഞാൽ 27. 27/4 ചെയ്താൽ റിമൈൻഡർ 3 കിട്ടും. ഇനി അടുത്തെടുത്തോ 3⁴/4. അവിടെ 3⁴ എന്ന് പറഞ്ഞാൽ 81 ആണ്. 81/4 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 1. ശ്രദ്ധിച്ചോ, പ്രത്യേകം ശ്രദ്ധിച്ചോ. ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. ഓക്കെ, ഇങ്ങനെയാണല്ലേ പോകുന്നത്. ആദ്യം 3 വരും, പിന്നെ 1 വരും, പിന്നെ 3 വരും, പിന്നെ 1 വരും. ഈ ഒരു മോഡലല്ലേ പോകുന്നത്. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ 3. ഇവിടെ ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ 1. ഇവിടെ ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ 3. ഈവൻ നമ്പർ ആകുമ്പോൾ റിമൈൻഡർ 1. ഇതാണ് ഐഡിയ. പക്ഷേ ഇത് ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റൂല. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മാത്രം പ്രത്യേകത. അപ്പോൾ ഇതിനെ ജനറലൈസ് ചെയ്ത് പറയാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ 4/3 4/3 വന്നപ്പോൾ റിമൈൻഡർ എങ്ങനെയാണ് പറഞ്ഞത്? 4ന്റെ അകത്തുനിന്ന് 3 കുറച്ച് റിമൈൻഡർ 1 കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ 3/4ന്റെ റിമൈൻഡർ നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞേ. 3ന്റെ അകത്തുനിന്ന് 4 കുറച്ചു, റിമൈൻഡർ എത്രയാ? -1 എന്ന് കിട്ടി. ശ്രദ്ധിക്കണം, ഒരിക്കലും റിമൈൻഡർ നെഗറ്റീവ് ആവില്ല. ഓക്കെ, നിങ്ങൾക്കൊരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് റിമൈൻഡർ -1 കിട്ടിയെന്ന് വിചാരിച്ചോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. അടിയിലുള്ള 4 ഇല്ലേ, ഡിനോമിനേറ്റർ ഇല്ലേ, അല്ലെങ്കിൽ വലിയ ആളില്ലേ, ആ വലിയ ആളുടെ കൂടെ ഈ -1 കൂട്ടുക. അല്ലെങ്കിൽ വലിയ ആളുടെ അകത്തുനിന്ന് എന്ത് ചെയ്യുക? 1 കുറയ്ക്കുക. വലിയ ആളിൽ നിന്ന് ആ 1 അങ്ങ് കുറയ്ക്കുക. -1 കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആളിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ആൻസർ 3 എന്ന് കിട്ടും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഒന്നും കൂടെ പറയാം. ഇവിടെ 5/4 റിമൈൻഡർ -1 ആണ്. 5/4 അല്ല, 4/5 ഇവിടെ തെറ്റിക്കാതെ. ഓക്കെ, 4/5ന്റെ റിമൈൻഡർ -1 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 4 തന്നെ റിമൈൻഡർ എന്ന് നമുക്ക് അറിയാവുന്നത്. അതെങ്ങനെ ചെയ്യാം? അടിയിലുള്ള ആൾ അല്ലെങ്കിൽ വലിയ ആളോട് ആ -1 അങ്ങ് അതിനകത്ത് കുറയ്ക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറാണ് 4. ആ 4 ആണ് നമ്മളെ റിമൈൻഡർ. ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇത് നമ്മളൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ മെത്തേഡ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങൾ ക്ലാസ് കണ്ട് പഠിച്ചിട്ടുണ്ടാവും, എന്നാലും നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് എന്താ ഉപകാരം? നമുക്കുള്ള ഉപകാരം ഞാൻ പറഞ്ഞുതരാം. 3/4ന്റെ റിമൈൻഡർ -1 ആണ്. അപ്പോൾ 3²/4ന്റെ റിമൈൻഡർ എത്രയായിരിക്കും? -1² ആയിരിക്കും. അത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3³/4ന്റെ റിമൈൻഡർ എന്തായിരിക്കും? -1³ ആയിരിക്കും. -1 ആയിരിക്കും. ഒരിക്കലും -1 റിമൈൻഡർ വരൂല. അപ്പോൾ -1ഉം 4ഉം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് 3 എന്ന് കിട്ടും. ഇതല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്? എടാ, ആദ്യം -1 കിട്ടി. -1 എന്ന് പറഞ്ഞാൽ ആരാ? 4ഉം -1ഉം 3. രണ്ടാമത് 1 തന്നെ കിട്ടി. മൂന്നാമത് വീണ്ടും 3 കിട്ടി. പിന്നെയോ അടുത്തതിൽ എത്രയായിരിക്കും? 3/4/4 എത്രയായിരിക്കും റിമൈൻഡർ? -1/4. മൈനസിന്റെ പവറായിട്ട് ഒരു ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ആ നമ്പർ 1 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ റിമൈൻഡർ -1 ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. എന്നിട്ട് ഫൈനലി ആൻസർ എഴുതുമ്പോൾ ഈ 4ന്റെ അകത്തുനിന്ന് 1 കുറച്ച ആൻസർ കിട്ടി. വലുതെന്ന് 1 കുറയ്ക്കുക, മറക്കരുത്. ശരി, അപ്പോൾ അടുത്തൊരു ചോദ്യം. Find the remainder when 21⁵ is divided by 22. ഓക്കെ, എന്താ പറയുന്നത്? Find the remainder when 21⁵ is divided by 22. എടാ, എന്താ ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 22ന്ന് 21 കുറയ്ക്കുക.
ഇങ്ങനെയാണല്ലോ നമ്മൾ റിമൈൻഡർ കണ്ടുപിടിച്ചത്. അല്ല, തിരിച്ച് 21 22 കുറയ്ക്കുക, നിങ്ങൾക്ക് -1 എന്ന് കിട്ടും റിമൈൻഡർ. ഒരിക്കലും -1 റിമൈൻഡർ ആവില്ല. ഇത് ആരുടെ റിമൈൻഡറാ? 21/22 റിമൈൻഡർ ആണ് -1. നമുക്ക് 21ന്റെ പവർ 5 അല്ലേ വേണ്ടത്, അപ്പൊ ഇവിടെയും പവർ 5 കണ്ടുപിടിക്കുക. -1/5 -1 തന്നെയാണ്. അപ്പൊ റിമൈൻഡർ എത്ര തന്നെ വരണം? -1 തന്നെ വരണം. പക്ഷെ റിമൈൻഡർ മൈനസ് ആവൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വലിയ ആളിൽ നിന്ന് അല്ലെങ്കിൽ 22ൽ നിന്ന് 1 കുറയ്ക്കുക. ആൻസർ 21 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആൻസർ 21 ആയിരിക്കും. ഒരു തവണ കൂടെ പറയാം, ഒന്നും കൂടെ ശ്രദ്ധിച്ചോളാം. നമുക്ക് 21/22 ആദ്യം കണ്ടുപിടിക്കാം, പിന്നെ പവർ കൊടുത്താൽ മതി. 21 22 റിമൈൻഡർ എത്രയാ? മുകളിൽ നിന്ന് താഴത്ത് കുറയ്ക്കുക, റിമൈൻഡർ -1 കിട്ടി. 21/5/22, അപ്പോൾ ഇവിടെ അതേ പവർ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആൻസർ -1 തന്നെ കിട്ടും. -1/5 -1 തന്നെയാണ്. ഇനി -1 ഒരിക്കലും റിമൈൻഡർ ആവില്ല. ഓപ്ഷനിലൊന്നും -1 ഇല്ല, -1 വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ അടിയിലുള്ള അല്ലെങ്കിൽ വലിയ ആളിൽ നിന്നും ഇത് മൈനസ് കുറയ്ക്കുക. വലിയ ആളെന്ന് മൈനസ് കുറച്ച് 21 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ 21 ആയിരിക്കും. ഈ ഒരു ഐഡിയ വൃത്തിയായിട്ട് ഓർത്ത് വെക്കുക, മറന്നു പോകാതെ സൂക്ഷിച്ച് പഠിക്കുക. റെഡി? അടുത്ത ചോദ്യം. ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് കേട്ടോ, പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, വൃത്തിയായിട്ട് പഠിക്കാം. പറഞ്ഞോ. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 26/5 ഡിവൈഡഡ് പ്ലസ് 24 is divided by 25. അയ്യോ, എന്താ പറയുന്നത്? 26/5 പ്ലസ് 24 is divided by 25. ഇത് ചെയ്താൽ ഉത്തരം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അടാ, നമുക്കിവിടെ പ്ലസ് അല്ലേ, നമുക്കിത് ഒരുമിച്ച് ചെയ്യാൻ പഠിച്ചിട്ടില്ല. നമുക്കങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. ഇവരെ രണ്ടുപേരെയും രണ്ടാൾക്കാരാക്കിയിട്ട് ഓരോരുത്തരോട് നമുക്ക് സംസാരിക്കാം. ആദ്യത്തെ ആളാരാ? 26/5 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 24/25. ഓക്കെ, ഇവിടെ പ്ലസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ചോളാം. അറിയാത്ത ആളുകൾ പഠിച്ചോളാം. ഓക്കെ, ഇനി ഇവിടുത്തെ റിമൈൻഡർ ആണ് നമുക്ക് വേണ്ടത്. റിമൈൻഡർ എടാ 26/25 റിമൈൻഡർ എത്രയാ? 1 ആണ്. അതിന് പവർ 5 വന്നാലും ഇല്ലെങ്കിലൊക്കെ 1 അല്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ലേ 4/3 റിമൈൻഡർ 1 ആണെങ്കിൽ 4ന് ഏത് പവർ വന്നാലും റിമൈൻഡർ തന്നെ ആയിരിക്കും, 1 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 26/25 വ്യത്യാസം 1 ആണ്, മുകളിലാണ് വലിയ ആള്, അതുകൊണ്ട് റിമൈൻഡർ 1 പ്ലസ് ഇവിടുത്തെ റിമൈൻഡർ നോക്കിയേ. നിങ്ങൾ ഇവിടെ നിന്ന് താഴത്തെ ആളെ കുറയ്ക്കുക. 24 25 കുറച്ചാൽ -1. ഇവിടുത്തെ റിമൈൻഡർ -1. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ 0 എന്ന് കിട്ടും. റിമൈൻഡർ 0 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ഇല്ല എന്നർത്ഥം, ഞങ്ങളെ ഉത്തരം 0 ആണെന്ന് അർത്ഥം. ഓക്കെ, ഇവിടെ ഈ -1 എടുക്കുന്നതുകൊണ്ട് അതാണ് ഗുണം. നിങ്ങൾ -1 ലാസ്റ്റ് സ്റ്റെപ്പിൽ വരെ കൊണ്ടുപോകണം. ഇവിടെ നിന്ന് അത് തിരുത്തിയിട്ട് എന്ത് ചെയ്യരുത്? -1 തിരുത്തിയിട്ട് ഇവിടെ 25 എന്ന് എഴുതി വെക്കരുത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ടൈം എടുക്കും. -1 +1 ആയിട്ടൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് കുറച്ചും കൂടെ ഈസി ആവുക. ചെയ്ത് നോക്കുക കേട്ടോ, കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണോ? ക്വസ്റ്റ്യൻ മാറ്റാം, ഒന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ആൻസർ പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. when 32/5 plus 30 is divided by ആര് വേണം? is divided by 31. ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ. നിങ്ങൾ കണ്ടുപിടിച്ച് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. സെയിം ക്വസ്റ്റ്യൻ ആണ്, ഇതേപോലെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് അവർ ഉണ്ടാക്കുക. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരി, അടുത്ത ചോദ്യം. 41/43 പ്ലസ് 43/43 ഈസ് ഡിവിസിബിൾ ബൈ. ഫുള്ള് ഡിവിഷൻ അല്ലെങ്കിൽ റിമൈൻഡർ എന്നുള്ളൊരു രീതിയിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഒരു മെത്തേഡാണ്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ എത്രയല്ലേ കണ്ടന്റ് പറയുന്നത്, കുറച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചോണം. ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ അത് എഴുതി വെക്കണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് കിട്ടും. അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് എഴുതി വെക്കണം, ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, പറഞ്ഞോ. 41/43 കളർ മാറ്റിയില്ല. 41/43 പ്ലസ് 43/43. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ചോദ്യം വന്നു, വലിയ പവറുള്ള കുറേ ആൾക്കാർ വന്നു, പക്ഷേ ഈ പവർ രണ്ടും സെയിം ആണ്. നോക്കിയേ, ഈ രണ്ട് പവർ സെയിം അല്ലേ? കളർ വരുന്നില്ലല്ലോ. യെസ്,
ഈ പവറും അതുപോലെ തന്നെ ഈ പവറും സെയിം ആണ്. ഓക്കെ, അടിയിലുള്ള ആൾക്കാർ നോക്കിയേ, രണ്ടും ഒറ്റ സംഖ്യകളല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ ആര് കൊണ്ട് ഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന ചോദ്യം. സിമ്പിളാണ്. 41 41 3 കൂട്ടി എത്രയാ? 84 അപ്പോൾ 84 നിങ്ങളെ ഉത്തരം വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, മുകളിലുള്ള ആള് രണ്ടും സെയിം ആണോ, അതുപോലെ തന്നെ താഴെയുള്ള രണ്ടാൾക്കാരും ഒറ്റ സംഖ്യകളാണോ. ആണെങ്കിൽ എന്തായിരിക്കണം? ഓക്കെ, സോറി, മുകളിലുള്ള ആള് എന്തായിരിക്കണം? രണ്ടും സെയിം ആയിരിക്കണം, അതുപോലെ തന്നെ ഓഡും ആയിരിക്കണം. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ a⁻n + b⁻n ഈസ് ഡിവിസിബിൾ ബൈ a + b ഇഫ് n എന്ന് പറയുന്നത് ഓഡായിരിക്കണം. ഇതും ഒറ്റ സംഖ്യ ആവണം എന്നല്ല കേട്ടോ പറഞ്ഞത്. ഈ മുകളിലുള്ള ആള് ഒറ്റ സംഖ്യ ആയിരിക്കണം, n എന്ന് പറയുന്ന ആള് ഒറ്റ സംഖ്യ ആയിരിക്കണം. ഓക്കെ, ഉദാഹരണമായിട്ട് വേറെ ക്വസ്റ്റ്യൻസ് പറയുന്നതാണെങ്കിൽ നോക്കിയോ, 28�47 + 29�47 ഇങ്ങനെ പറയുമ്പോൾ ഇതിനെ ആരെ കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നൊരു ചോദ്യം. ആരെ കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ശിഷ്ടം 0 കിട്ടും എന്നൊരു ചോദ്യം വന്നു. അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് സെയിം നമ്പറാണോ തന്നത്? ഇവിടെയും n, ഇവിടെയും n. അതെ, രണ്ടിടത്തും സെയിം നമ്പറാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് രണ്ടും ഒറ്റ സംഖ്യകളാണോ? ആ തന്ന നമ്പർ ഒറ്റ സംഖ്യയാണ് ആണെങ്കിൽ 28 29 കൂട്ടുക, എത്ര കിട്ടും? 20 20 40 8 9 17. ഓക്കെ, 57. നിങ്ങൾക്ക് ഈ നമ്പറിനെ ഇവിടെ 57 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എഴുതി വെച്ചോളുക, a⁻n + b⁻n ഈസ് ഡിവിസിബിൾ ബൈ a + b, അല്ലെങ്കിൽ a + b കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 0 ആയിരിക്കും. എപ്പോ? വെൻ n ഓഡ് നമ്പർ ആകുമ്പോൾ, n ഒരു ഒറ്റ സംഖ്യ ആകുമ്പോൾ. രണ്ടാളെ മുകളിൽ n എന്ന് പറയുന്ന നമ്പർ ഉണ്ടാവേണ്ടത്, രണ്ടും എന്തായിരിക്കണം? ഒറ്റ സംഖ്യ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ n എന്ന് പറയുന്നത് ഓഡായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാം. എടാ, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതാ നോക്കിയേ, 41⁻43 + 43⁻43. നോക്കിയേ നിങ്ങൾ, ഈ നമ്പർ രണ്ടും നോക്കിയേ, രണ്ടും സെയിം നമ്പറാണ്, രണ്ടും ഒറ്റ സംഖ്യയുമാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് ആൻസർ ആയിട്ട് 41 + 43 84 ഓപ്ഷനിലുണ്ട്, അത് എടുക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിലുള്ള ഒരു നമ്പറിൽ മാത്രം മാറ്റം വരുത്തി ഞാനൊരു ക്വസ്റ്റ്യൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് ആൻസർ നിങ്ങളൊന്ന് പറയണം. നോക്കിയേ, 41⁻43 + 1 ഈസ് ഡിവിസിബിൾ ബൈ 41⁻43 + 1 ഈസ് ഡിവിസിബിൾ ബൈ. അതെന്തുകൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചത് എന്താ? a⁻n + b⁻n, അതിൽ n എന്തായിരിക്കണം? ഓഡ് നമ്പർ ആയിരിക്കണം. പക്ഷേ ഇവിടെ a⁻n ഉണ്ട്, ഇവിടെ അത് ഞാൻ സമ്മതിച്ചു, a⁻n ഉണ്ട്. ഇവിടെ b⁻n ഇല്ലല്ലോ. നോക്കിയേ, b⁻n വരണ്ടേ, ഇവിടെ ഉള്ള അതേ നമ്പർ ഇവിടെ പവർ വരണ്ടേ, അതിവിടെ വന്നിട്ടില്ലല്ലോ. നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ? അവിടെ 1 അല്ലേ, 1 ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര വേണമെങ്കിലും പവർ കൊടുക്കാം. പിന്നെ വെള്ള കളർ, ഇവിടെ എത്ര വേണമെങ്കിലും പവർ കൊടുക്കാം. 1⁻43 എത്രയാ? 1 തന്നെയാണ്. ഇപ്പം നിങ്ങൾ നോക്ക്, 43 1⁻43 43⁻43. ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമുക്ക് 41⁻43 + 1 എന്നുള്ളിടത്ത് ഞാൻ ഇവിടെ വെറുതെ 43 എഴുതി. ഇപ്പം നമ്മളെ കണ്ടീഷൻ ഓക്കെ ആയി. മുകളിൽ രണ്ടിടത്തും 43 വന്നു, അടിയിൽ രണ്ട് നമ്പറും ഉണ്ട്, a⁻n + b⁻n എന്നുള്ള ഫോർമാറ്റിൽ വന്നു. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ കൂട്ടറ, 41 1 42. 42 കൊണ്ട് ഇയാളെ ഹരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സന്തോഷമായില്ലേ? 42 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷനിലേക്ക് നമ്മൾ ഓടിപ്പോയി നോക്കുക, 42 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അതെ, ഓപ്ഷനിലുണ്ട് 42. സന്തോഷമായല്ലോ. പക്ഷേ ചില സമയത്തുണ്ടല്ലോ, ഇവന്മാർ നമുക്ക് ആൻസർ 42 തരില്ല. പകരം ഈ ഓപ്ഷൻ ഇവിടെ ഉണ്ടാവില്ല. പകരം ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവുക 21 ആയിരിക്കും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് 41 ഒന്നും കൂട്ടി 42 മനസ്സിലാക്കി ആൻസറിലേക്ക് നോക്കുമ്പോൾ അവിടെ ഓപ്ഷൻ ഇതില്ല. എന്ത് ചെയ്യും? ചെയ്യാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. 42 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ വേറെ ആരെ കൊണ്ട് ഹരിക്കാൻ പറ്റും? 21 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഉദാഹരണം ഒന്നുകൂടെ പറയാം, ഒരു നമ്പറിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ 2 കൊണ്ട് ഹരിക്കാമല്ലോ, 4-നകത്ത് 2 ഉള്ളത് കൊണ്ട്. അതുപോലെ തന്നെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 21 കൊണ്ട് എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അത് പറ്റുമെങ്കിൽ നമ്മൾ ആൻസർ എന്തായിരിക്കും? 21 ആയിരിക്കും. 42 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 21 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓപ്ഷനൊക്കെ ഇട്ട് നമ്മളെ പറ്റിക്കാനുള്ള പരമാവധി ശ്രമം അവർ നടത്തും, അതിനെ പ്രതിരോധിക്കാനുള്ള പരമാവധി ശ്രമം നമ്മളും നടത്തണം. ഓക്കെ, അങ്ങനെ അടുത്ത ചോദ്യം.
അടുത്തൊരു കേസിലേക്ക് എത്തി. യൂണിറ്റ് ഡിജിറ്റ് എന്നാണ് പറയാം, യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, നമ്മൾ അവസാനത്തെ സെഷനാണ്, അവസാനത്തെ 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ സെഷൻ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ ചെയ്തത്. ഞാൻ പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊരു സജഷൻ എനിക്ക് പറഞ്ഞു തരണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ, അല്ലെങ്കിൽ ടോപ്പിക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകണോ, അതോ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉൾപ്പെടുത്തിയാൽ മതിയോ, ഈ ഒരു ഫ്ലോയിൽ തന്നെ പോകണോ, സ്പീഡ് കൂട്ടണോ, സ്പീഡ് കുറയ്ക്കണോ, എല്ലാം ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലെവൽ ഏതാണെന്ന് മനസ്സിലാവാതെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾക്ക് എന്ത് സജഷൻ ഉള്ളതെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ മതി. ഇനി അതുപോലെ തന്നെ ലൈവുകളിൽ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവും, നിങ്ങളെ റിയാക്ഷൻ എനിക്ക് കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അവിടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ശരി, ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 381. ഓക്കെ, 381. 381ന്റെ അവസാനത്തെ അക്കം, ലാസ്റ്റ് ഡിജിറ്റ് ആരാന്നാ ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? 381 കണ്ടുപിടിക്കോ? 381 എന്താ? 3 × 3 × 3 × എക്സെട്ര എത്ര? 81ാമത്തെ 3 വരെ ഇങ്ങനെ ഗുണിക്കണം. ഗുണിച്ചിട്ട് ആ ഉത്തരത്തിന്റെ അവസാനത്തെ ഡിജിറ്റ് ആരാന്നാ ചോദിക്കുന്നത്. യൂണിറ്റ് ഡിജിറ്റ് ചോദിക്കാറുണ്ട്, നമ്മളെ റെയിൽവേ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്, പഴയ 2019 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നിങ്ങൾ നോക്കിക്കോ, 3:1. 3:1 എത്രയാ? നിങ്ങൾ പറ. 3 അല്ലേ? 3:2 എത്രയാ? 9. 3:3 എത്രയാ? 27. 3:4 എത്രയാ? 81. 3:5 എത്രയാ? അത് 243 വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവൻ പോവുക. ഇവൻ പോകുമ്പോൾ ശ്രദ്ധിച്ചോ, 3:1 വന്ന സമയത്ത് നിങ്ങൾക്ക് 3 എന്ന് കിട്ടി അല്ലേ? ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് 3. 3-ന് മുകളിൽ 2 പവർ വന്നപ്പോൾ നിങ്ങൾക്ക് 9 കിട്ടി. 3-ന് 3 പവർ വന്നപ്പോൾ 7 കിട്ടി. 3-ന് 4 പവർ വന്നപ്പോൾ 1 കിട്ടി. 3-ന് 5 പവർ വന്നപ്പോൾ വീണ്ടും 3 കിട്ടി. ഓക്കെ, അതായത് 1 വന്നപ്പോൾ 3 കിട്ടി, അതുപോലെ തന്നെ 5 വന്നപ്പോഴും 3 കിട്ടി. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ 4 എണ്ണം ഇല്ലേ, ആദ്യത്തെ 4 എണ്ണം റിപ്പീറ്റ് ചെയ്യാതെ വരും. ഇത് 3-മാണ് ഡിഫറൻറ്റ് യൂണിറ്റ് ഡിജിറ്റ്. ഇനി 5ാമത്തെ ആൾ ആര് തന്നെയായിരിക്കും? 1ാമത്തെ ആൾ തന്നെയായിരിക്കും. 5ാമത്തെ ആൾ 1ാമത്തെ ആളായിരിക്കും. ഓക്കെ, 4ാമത്തെ ആൾ ആര് തന്നെയായിരിക്കും? 8ാമത്തെ ആൾ തന്നെയായിരിക്കും. 4ാമത്തെ ആൾ 8ാമത്തെ ആളായിരിക്കും. അത് കഴിഞ്ഞാലോ 12ാമത്തെ ആളും 4ാമത്തെ ആളായിരിക്കും. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 3:1 അടുത്ത സെയിം യൂണിറ്റ് ഡിജിറ്റ് ആരായിരിക്കും? 3:5 ആയിരിക്കും. 3:1ന്റെ യൂണിറ്റ് ഡിജിറ്റ് 3 ആണെങ്കിൽ അതിനോട് 4 കൂട്ടുക, 3:5, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 4 കൂട്ട് 3:9, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. അടുത്ത 3:13, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3:4ന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാ? 81, അതായത് 1, യൂണിറ്റ് ഡിജിറ്റ് 1. 3:8ന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെ 4 കൂട്ടി പോകുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്താവില്ല, മാറാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കണം. ഇവിടെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉത്തരം കിട്ടുക, അതൊന്ന് പറഞ്ഞേ. ഇവിടെ നമുക്ക് ഉപയോഗിച്ച് ഉത്തരം കിട്ടാൻ എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? 3:81ലെ 81 ആ 81 എടുത്തിട്ട് 4 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 1 കിട്ടി അല്ലേ? റിമൈൻഡർ 1 കിട്ടിയാൽ നിങ്ങൾ 1ാമത്തെ ആളുടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക, അത് 3ആണ്. അപ്പോൾ ഉത്തരം 3 ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് 3:92ന്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ 92നെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. അവിടെ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? റിമൈൻഡർ 0 കിട്ടും, അല്ലെങ്കിൽ റിമൈൻഡർ 4 കിട്ടും. റിമൈൻഡർ 0 എന്ന് തന്നെയാണ് പറയാൻ പറ്റുക. റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരെ എടുക്കണം? നമ്മളെ അവസാനത്തെ ആൾ, 4ാമത്തെ ആളെ എടുക്കണം. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇനി 3:83 വന്നു, നിങ്ങൾ 83 ഹരിക്കണം 4 ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിമൈൻഡർ 3 കിട്ടും. അപ്പോൾ 3ാമത്തെ ആൾ ആരാ? ദേ ഇയാൾ. അപ്പോൾ 7 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. മനസ്സിലായോ? അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. എന്ത്? ഇതാ 3:1 ആരാന്ന് എഴുതി വെക്കുക, 3:2 ആരാന്ന് എഴുതി വെക്കുക, 3:3ന്റെ യൂണിറ്റ് ഡിജിറ്റ് എഴുതിയാൽ മതി, 3:4ന്റെയും യൂണിറ്റ് ഡിജിറ്റ് എഴുതി വെക്കുക. ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. വേറെ യൂണിറ്റ് ഡിജിറ്റ് ആരും 3ക്ക് വരൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ 121 ആയിക്കോട്ടെ, വലിയൊരു നമ്പർ ആയിക്കോട്ടെ. അപ്പോൾ 121 നിങ്ങളത് കാണുമ്പോൾ തന്നെ 121 എഴുതുക, ഹരിക്കണം 4 ചെയ്യുക, റിമൈൻഡർ 1 കിട്ടും. ഹരിക്കൊന്നും വേണ്ട, നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം. ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കാണുമ്പോൾ തന്നെ റിമൈൻഡർ എത്രയാണെന്ന് മനസ്സിലാവും. ഓക്കെ, റിമൈൻഡർ 1 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ആളെ എടുക്കണം. ഇവിടെ ആരാ? റിമൈൻഡർ 1. ഇതാണ് ഉത്തരം. റിമൈൻഡർ 1 ആണെങ്കിൽ ഇവനാണ് ഉത്തരം. റിമൈൻഡർ 2 ആണെങ്കിലോ ഇവനാണ്.
9 ആണ് ഉത്തരം. ഓക്കെ, റിമൈൻഡർ 3 ആണെങ്കിലോ 7 ആണ് ഉത്തരം വരിക. ഇനി റിമൈൻഡർ 0 ആണെങ്കിലോ, റിമൈൻഡർ 0 ആണെങ്കിൽ 1 ആണ് ഉത്തരം വരിക. ഇതാണ് ഐഡിയ. ഈ ബേസിക് ഐഡിയ മനസ്സിലാക്കുക. എല്ലാ നമ്പറിനും 3ക്കും 2നും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യം 3ന്റെ ആദ്യത്തെ 4 പവർ എഴുതാൻ പഠിക്കണം. ആദ്യത്തെ 4 പവർ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്പറിനെ, നമ്മളെ പവറിനെ ഒന്ന് ഹരിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറയണം. 3/403 ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആരായിരിക്കും? എന്താ ചെയ്യേണ്ടത്? 403നെ നിങ്ങൾ 4 കൊണ്ട് ഹരിക്കുക. കാണുമ്പോൾ തന്നെ അറിയാം റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എത്രയാ? 3 ആണ്. അപ്പോൾ മൂന്നാമത്തെ ആളാരാ നോക്കണം? 3ന്റെ 3/1 അല്ല വേണ്ടത്, 3/2 അല്ല വേണ്ടത്, 3/3 മൂന്നാമത്തെ ആളെ നോക്കണം. 3/3 27 അല്ലേ? അപ്പോൾ 7 ആയിരിക്കും നിങ്ങളെ യൂണിറ്റ് ഡിജിറ്റ്. ഈ ഒരു ഐഡിയയിലേക്ക് മാറണം. അപ്പോൾ ആ ഒരു ഐഡിയയിൽ അവസാനത്തെ ചോദ്യം നിങ്ങൾ തന്നെ ചെയ്യുക. അവസാനത്തെ ചോദ്യം നിങ്ങൾ തന്നെ ചെയ്തിട്ട് ഉത്തരവൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ സജഷൻസ് തരണം. നമ്മൾ ആദ്യത്തെ ക്ലാസ് ആണ്, ഇൻട്രൊഡക്ഷൻ ആണ്. ഈ രീതിയിൽ പോകണം. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഈ രീതിയിൽ തന്നെ കുറച്ചും കൂടെ സ്പീഡിൽ പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആകെ ഒരു ടോപ്പിക്കിൻ്റെ ഒരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ടും കൂടെ എടുത്തെടുത്ത് പോകാനുണ്ട്. നമുക്ക് സിംപ്ലിഫിക്കേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ LCM HCFൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പെർസെൻറ്റേജിലേക്കൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ ഒരു 3-4 ക്ലാസ്സും കൂടെ ഈ ഒരു ഏരിയ ഒക്കെ ബേസ് ചെയ്ത് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ബുക്കുകൾ റെഫർ ചെയ്യുക. എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് വെക്കുക. ഇതിനകത്തുള്ള അതേ മോഡൽ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാനൊന്നും സമയമില്ല, നിങ്ങൾക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ക്ലാസ് ഇതേ സാധനം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന, ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്യുന്ന, അതായത് എന്താ പറയുക, നമ്മളെ കണ്ടന്റ് വെച്ച് തന്നെ ആദ്യം ബേസിക്സ് പഠിപ്പിച്ച് സോൾവ് ചെയ്യുന്ന കോഴ്സ് നമ്മളെ ആപ്പിലുണ്ട്. ആ കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പൈസ ഉള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് എടുത്ത് ഉപയോഗിച്ചോളാം. അപ്പോൾ ഞാനൊരു നമ്പർ എഴുതാം. നിങ്ങൾ ആ നമ്പർ യൂസ് ചെയ്തിട്ട് വിളിച്ചു നോക്കിയാൽ മതി. 807575 പിന്നെ എത്രയാണ് 3676. ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിസ്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതും നിങ്ങൾക്ക് കിട്ടും. വീഡിയോ കണ്ടിട്ട് വിളിക്കാമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ പോകണം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ഉണ്ടോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പറയാം. നമ്മൾ കുറച്ചും കൂടെ വൃത്തിയായിട്ട് ചെയ്യണം. ഇത് പോരാ, നിങ്ങളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ്റെ പ്രശ്നമാണ്. ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു സെഷനിൽ. നിങ്ങൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവരുത്. നിങ്ങൾ കൂടുതൽ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കണം. സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ പരമാവധി സോൾവ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന രീതിയിലേക്കുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും എടുത്തു തരും. അപ്പോൾ എന്താണ് നിങ്ങളെ ലെവലെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്കി ക്ലാസ്സുകളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും ആവേശം വിട്ടുകളയരുത്. ഒരിക്കലും നമ്മളെ തുടക്കത്തിലുള്ള ആവേശം മാത്രമായി ഒതുങ്ങി പോകരുത്. അവസാനം വരെ അതേ ആവേശത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വിജയത്തിന് ഒരു രസം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ 5000 എന്ന് പറയുന്ന ഒരു നമ്പറിനകത്തുള്ള ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. അതിന് ഞങ്ങളൊരു കാരണമാവും കൂടെ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളുടെ സജഷനാണ് വേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കും. അതിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു തരും. അത് ഏറ്റവും സൗജന്യമായിട്ട് തന്നെ ചെയ്തു തരാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടെ ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇല്ലെങ്കിൽ നമ്മളെ സെഷൻ കൊണ്ട് ആർക്കും ഉപകാരം ഉണ്ടാവില്ല. ഒന്നുകൂടി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടി ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ശരി.